പ്രയർ ചൊല്ലാനുള്ള ആളൊക്കെ റെഡി അല്ലേ? ഷിബില. നമസ്കാരം. 1980 ജൂലൈ 31 പകലിനും രാത്രിക്കും മണ്ണിനും വിണ്ണിനും തീരത്തിനും തിരക്കും ഏതോ പാടി പൂർത്തിയാക്കാനാകാതെ പോയ ഗസലിന്റെ ഗദ്ഗതം ഉണ്ടായിട്ടുണ്ടാകാം തീർച്ച. തന്റെ ഹൃദയമിടിപ്പോളം സംഗീതം എന്ന അതിശയത്തെ നെഞ്ചേറ്റിയ മുഹമ്മദ് റഫി എന്ന ഇതിഹാസ ഗായകന്റെ വേർപാട് ഇന്നും നമ്മളിൽ ഒരു നഷ്ടബോധം ഉണർത്തുന്നുണ്ടെങ്കിൽ ആ അനശ്വര ശബ്ദത്തിൽ പിറന്ന ഗാനങ്ങളുടെ ആഴം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ വേർപാടിന് 41 വർഷങ്ങൾക്കിപ്പുറവും ആ ഈണങ്ങൾ നമ്മെ ഏതോ സുന്ദര ലോകത്തിൽ എത്തിക്കുമ്പോൾ MES പൊന്നാനി കോളേജിലെ ഖയാൽ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നിലച്ചിട്ടും ഇന്നും മുഴങ്ങുന്ന ആ നാദങ്ങളുടെ നാഥനെ നാം അനുസ്മരിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനു വേണ്ടി മ്യൂസിക് ക്ലബ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഷിബിലയെ ക്ഷണിക്കുന്നു. അകതാരില്ലറിവിൻ്റെ നാളം കൊളുത്തിയ അഖിലാണ്ട നായക നിന്റെ മുന്നിൽ, അകതാരിൽ അറിവിൻ്റെ നാളം കൊളുത്തിയ അഖിലാണ്ട നായക നിന്റെ മുന്നിൽ കൃപ തേടി നനവാർന്ന് മിഴികൂപ്പി നിൽപ്പൂ കനിവിൻ്റെ കടലേ കൈവിടല്ലേ. പല ജാതി പല ഭാഷ പല ദേശമെങ്കിലും പലതില്ല ഞങ്ങളിൽ ഒരു ചോര മാത്രം, ഒരുമിച്ചൊരൊറ്റ മനസ്സായി ചിരിക്കുവാൻ തുണയേകി രക്ഷിക്കൂ ലോകനാഥ. എരിയുന്ന കരളിൽ കനലാളി കത്തുമ്പോൾ അരുതാത്ത ചിന്തകൾ നിലവിൽ നിന്നുയരുമ്പോൾ പിടിയുന്ന നെഞ്ചിൽ തൃക്കൈയാൽ സ്നേഹത്തിൻ തെളിനീർ തളിക്കണേ തമ്പുരാനേ, തെളിനീർ തളിക്കണേ തമ്പുരാനേ. പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനും മ്യൂസിക് ക്ലബ് കോർഡിനേറ്ററുമായ ശ്രീ KM റിയാസ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായിട്ടുള്ള അതിഥികൾ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകരെ, ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് നീങ്ങേണ്ടതുള്ളത് കൊണ്ട് എന്നിലർത്ഥമായിട്ടുള്ള കർത്തവ്യം ചുരുങ്ങിയ വാക്കുകളിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനശ്വര പ്രതിഭ മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഓർമ്മകൾ ഇന്ന് ഈ ഒരു മണിക്കൂർ നമുക്കിവിടെ വിവിധങ്ങളായിട്ടുള്ള വിശിഷ്ട വ്യക്തികളിൽ നിന്നും കേൾക്കാൻ വേണ്ടി കഴിയും. ഏതായാലും ഈ വേദിയിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന MESന്റെ പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കാര്യദർശി പ്രിയപ്പെട്ട ഫസൽ സാറിനെ ഏറെ ആദരവോടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് മുഖ്യ അതിഥിയായി എത്തി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ഹഷർലി സാർ. ഒരുപാട് തിരക്കുകളുണ്ട്, അതിനിടയിൽ ഇവിടെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് സാറിനെയും ഔപചാരികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന കാര്യദർശിയായിട്ടുള്ള ഫസൽ സാറും കോളേജിന്റെ അതേപോലെ തന്നെ കോളേജിന്റെ കാര്യദർശിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള റഷീദ് കയും ഒക്കെ അത്യപാരരായിട്ടുള്ള സംഗീത പ്രേമികളാണ്. അപ്പം കോളേജിന്റെ കറസ്പോണ്ടന്റ് കൂടിയായിട്ടുള്ള റഷീദ് ക ഇന്ന് നമ്മോടൊപ്പം വേദിയിലുണ്ട്. റഷീദ് കയെയും ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള എയ്ഡഡ് കോളേജുകളുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ചെയർമാൻ PH മുഹമ്മദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരെയും എല്ലാം ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങ് എന്നും സ്മരിക്കപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായിട്ടുള്ള പ്രിൻസിപ്പൽ അജിം സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.
നമ്മുടെ പിന്നെ ആക്ടിംഗ് ചെയർമാൻ ഹബീബുള്ള സാറും എത്തിയിട്ടുണ്ട് കേട്ടോ. ഹബീബ് എല്ലാവർക്കും വേണ്ടി ഹബീബ് കെ കൂടി സ്വാഗതം ചെയ്യും. താങ്ക് യു മുഹമ്മദ് റിയാസ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു മഹത്തായ ഈ ഒരു ചടങ്ങിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന MESന്റെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ, അതോടൊപ്പം തന്നെ സെൻട്രൽ കോളേജ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ PH മുഹമ്മദ് സാർ, ഇന്ന് ഈ ഒരു വേദിയിൽ മനോഹരമായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താമെന്ന് ഏറ്റ് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്ന മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ TPM ഹാഷലി സാഹിബ്, കോളേജിന്റെ ചെയർമാൻ ഹബീബുള്ളക്ക, അതോടൊപ്പം തന്നെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് മുഹമ്മദ് റഷീദ് ക, ഖയാൽ മ്യൂസിക് ക്ലബിന്റെ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ ജയശ്രീ, റിയാസ്, സമീറ അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർ, ഓക്കെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മറ്റ് സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പറയുന്ന നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു വേദന ഉളവാക്കുന്ന ഒരു നിമിഷമായിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ കാണുന്നത്. പ്രഭാതങ്ങളിൽ മുഹമ്മദ് റഫിയുടെ ആഹ്ലാദ ഗാനങ്ങൾ ചിത്രശലഭങ്ങളെ പോലെ ചിറകടിക്കുന്നു. ഏകാന്ത സന്ധ്യകളിൽ വിഷാദത്തിന്റെ അസ്തമന ചോപ്പുമായി അവ അരികിലെത്തുന്നു. റഫിയുടെ ഗാനങ്ങൾക്കും അവ ഉണർത്തിയ വികാരങ്ങൾക്കും മരണമില്ല. എന്നിട്ടും ചരിത്രം പറയുന്നു, മുഹമ്മദ് റഫി വിട വാങ്ങിയിട്ട് ഇന്നേക്ക് 41 വർഷം പൂർത്തിയാവുകയാണ്. 1980 ജൂലൈ 31 അദ്ദേഹം വിട വാങ്ങിയത്. ഏകദേശം 35 വർഷം നീണ്ടുനിന്ന ആ ഒരു സംഗീത സബര്യ 13ാമത്തെ വയസ്സിൽ KL സൈഗാളിന്റെ ഒരു സംഗീത കച്ചേരി, അന്ന് വൈദ്യുതി തകരാറ് മൂലം ആ ഒരു സംഗീത കച്ചേരി നടക്കാൻ പറ്റാതെ വന്നപ്പോൾ, അദ്ദേഹം അത് സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ, അന്ന് വെറുതെ ഒരു രസത്തിന് വേണ്ടി മുഹമ്മദ് റാഫിയെ കൊണ്ടൊരു പാട്ട് പാടിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ഒരു തുടക്കം, അത് അദ്ദേഹം കഴിഞ്ഞ 35 വർഷമായി പല ഭാഷകളിൽ, ഹിന്ദി, ഉറുദു അടക്കമുള്ള പല ഭാഷകളിൽ, അതോടൊപ്പം തന്നെ ഹിന്ദി സംഗീത ലോകം കണ്ട ഏറ്റവും പ്രശസ്തരായ സംഗീത സംവിധായകരോടൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിച്ച് 10,000-കണക്കിന് പാട്ടുകൾ പാടിയ മുഹമ്മദ് റഫി സാഹിബ്, ഒരുപക്ഷെ അദ്ദേഹത്തോളം ഈ സംഗീത ലോകത്ത് ഇത്രയും മാസ്മരികമായ ഒരു ശബ്ദത്തിന് ഉടമ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏത് തരത്തിലുള്ള ഗാനങ്ങളാണെങ്കിലും വളരെ മനോഹരമായി പാടി പതിപ്പിക്കാൻ അദ്ദേഹത്തിനുള്ള ഒരു കഴിവ്, അത് ശരിക്കും ഇത്ര മരിച്ച് 41 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ ഒരു മഹാപ്രതിഭയ്ക്ക് മുന്നിൽ നമ്മൾ ഇതുപോലെ ഒത്തുചേരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിന്റെ പ്രത്യേകത തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്, MES പൊന്നാനി കോളേജിന്റെ മ്യൂസിക് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് മുന്നിൽ, മുഹമ്മദ് റഫി സാഹിബിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും എല്ലാവരെയും ഒത്തുചേരുകയും പുതുതലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് പകരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിനും മ്യൂസിക് ക്ലബിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ഫസൽ ഡോക്ടറെയും PH മുഹമ്മദ് സാറിനെയും ഹാഷലി സാഹിബിനെയും അതോടൊപ്പം തന്നെ MES പൊന്നാനി കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ MES കുടുംബത്തിന് ഏറെ സുപരിചിതനായ ഡോക്ടർ PA ഫസൽ ഗഫൂർ സാറാണ്. ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗഫൂർ സാർ, പ്ലീസ്. സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യാതിഥിയായിട്ട് പ്രഭാഷണം നടത്തുന്ന ആഷിർ അലി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വേറൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ട് ഉണ്ട്, TV 24 ന്യൂസിന്റെ ഇത്. അതുകൊണ്ട് ഞാൻ പിന്നീട് പ്രസംഗിക്കാം. ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആഷിർ അലി സാഹിബിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. പ്രിയ അധ്യക്ഷൻ, എൻ്റെ പ്രിയങ്കരനായ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ, അദ്ദേഹം എൻ്റെ ആരാധകനും കൂടിയാണ്. ചെറിയ പ്രായത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. റഫി സാബ് കഴിഞ്ഞാൽ പിന്നെ ഫസൽ ഗഫൂർക്കാണ്. അത് ഫസൽ ഗഫൂർക്ക് മൾട്ടി ടാലന്റഡ് ആണ്. ഒന്ന് ക്യൂസിങ്ങിന്റെ എനിക്ക് താല്പര്യമുണ്ട്, സ്പോർട്സ്, ചരിത്രം, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. ക്ലബ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ എന്റെ ഒരു ആരാധന മൂർത്തി കൂടിയാണ് റഫി സാബ് കഴിഞ്ഞാൽ പിന്നെ ഫസൽ ഗഫൂർക്ക്. അപ്പൊ പ്രിയ പ്രിൻസിപ്പൽ, അതേപോലെ തന്നെ ജയശ്രീ, ഞാൻ റഫി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആണെങ്കിൽ 1.5 മാസം മുമ്പ് എന്റെ പിന്നാലെ പിടികൂടിയിട്ടുണ്ട് നിങ്ങളെ കോളേജിലെ ജയശ്രീ മ്യൂസിക് ടീച്ചർ. അതേപോലെ PH മുഹമ്മദ് ക, റഷീദ് ക, ഇതിൽ കുറെ ആൾക്കാരെ പറഞ്ഞു. ഞാനൊരു MESന്റെ താലൂക്ക് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ എന്റെ അനുജൻ ആക്റ്റീവ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, നീ അത് നോക്കിക്കോ,
ഞാന് കലാ വിങ്ങിലൊക്കെ MBSനുമായി എപ്പോഴും സഹകരിക്കാറുണ്ട്. MBSും ഈ പാട്ടും അതേപോലെ തന്നെ മ്യൂസിക് നൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതാണ് ഇത്തരം ആൾക്കാർ ഇതിലിപ്പോ പറഞ്ഞു തുടക്കത്തില് എല്ലാവരും സംഗീതാസ്വാദകർ കുറെ ഉണ്ട്. കാരണം പണ്ട് സ്റ്റാർ നൈറ്റ് നടത്തിയ ഒരു സംഘടനയാണ് MBS. ദിലീപ് കുമാറിന്റെ ഒക്കെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട് മാനേജറിൽ. അത്ര വലിയ വലിയ പ്രോഗ്രാം നടത്തുന്ന ഒരു മോഡേൺ തിങ്കിങ് ഉള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. കാരണം ഈ യാഥാസ്ഥികമായിട്ടുള്ള ഒരു സമയത്താണ് ഈ MBS ഈ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് MBSന്റെ മറ്റൊരു പ്രസക്തി. നമുക്കറിയാം 1966 73 കോഴിക്കോട്ട് MBS ആണ് റഫി സാഹിബിനെ കൊണ്ടുവരുന്നത്. അത് ഫസ്റ്റിലെ തവണ അദ്ദേഹം 66 വന്നത് എൻ്റെ പിതാവിന്റെ സഹോദരി ഭർത്താവ് മരിച്ചുപോയ സത്താർക്കയായിരുന്നു. ബോംബെ അഹമ്മദ് ഭായിന്റെ അഞ്ചനായിരുന്നു. 73 രണ്ട് മാനേജറായിരുന്നു. അതിന് ശേഷമാണ് കോഴിക്കോട്ടെ യഥാർത്ഥത്തിൽ ഒരു റഫി വേവ് ഉണ്ടായത്. അത് ചാരിറ്റി പ്രോഗ്രാമിനാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ റഫി സാഹിബ് ഫസ്റ്റ് വന്നത് കേരളത്തിൽ 1953 പട്ടേൽ തിയേറ്റർ എറണാകുളത്താണ്. പിന്നെ 1959 ഇതേപോലെ ഒരു ചാരിറ്റി ഡ്രൈവ് തലശ്ശേരിയിൽ വന്നു. അത് മുബാറക്ക സ്കൂളിന്റെ ഒരു ഫണ്ട് ശേഖരണാർത്ഥം. പിന്നീട് പാലയിൽ വന്നിട്ടുണ്ട് ഒരു കോളേജിന്റെ പരിപാടിക്ക്. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ റഫി സാഹിബ് 5-6 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഹിന്ദി സംസാര ഭാഷ അല്ലാത്തൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആരാധകര് റഫി സാഹിബിനുണ്ട്. അത് റിസർച്ച് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ബോംബെ നിന്ന് ആൾക്കാർ വന്നത്. എന്തുകൊണ്ട് കോഴിക്കോട് ഇത്ര അധികം റഫി ലവേഴ്സ് എന്നുള്ള ഒരു സംഗതി. കോഴിക്കോടിന് ഒരു സംഗീത പാരമ്പര്യമുണ്ട്. കോഴിക്കോട് നഗരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറയും. അതോടൊപ്പം രുചി വൈവിധ്യങ്ങളുടെയും സംഗീതത്തിന്റെ ഒരു നഗരമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു കോഴിക്കോടിനെ. സരചന്ദ്രൻ മറാഠ മുതൽ പിന്നെ ബാബുരാജ് മുതലുള്ള ഒരു സാധനം കോഴിക്കോടുണ്ട്. പക്ഷെ റഫി സാഹിബിനുള്ള അത്ര ഫാൻസ് വേറൊരു ഗായകർക്കുമില്ല. ഗായകരുടെ ഗായകനാണ് ശരിക്കും യഥാർത്ഥത്തിൽ റഫി. ആ റഫീന്റെ ആ ഒരു ഇമേജിന് വരാനുള്ള ഒരു കാരണം ഒന്ന്, അദ്ദേഹത്തിന്റെ ഗാനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മരിച്ചിട്ട് 41 വർഷമായിട്ടും അത് കൂടുകയല്ലാതെ കുറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ ഇങ്ങനെ വന്ന് പറയുകയാണ്. അപ്പോഴാണ് ആ മഹത്വം വർദ്ധിക്കുന്നത്. അപ്പൊ ഗാനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഭയങ്കരമായിട്ട് ഉണ്ട്. അതാണ് ഒരു നിലനിൽക്കുന്നത്. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥ മുസ്ലിം. അപ്പൊ മുസ്ലിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരും. റഫി സാഹിബ് 1924 കോട്ട്ല സുൽത്താൻ സിംഗ് പഞ്ചാബില് അമൃത്സറിനടുത്താണ്. വാഗാ ബോർഡറിന് 67 കിലോമീറ്റർ ഉള്ളൂ. എല്ലാ ബുക്കുകളിലും പണ്ടുണ്ടായിരുന്ന റഫി സാഹിബ് പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് പാകിസ്ഥാനിലാണ് ജനിച്ചത്. ഞാൻ പോയി കണ്ടതാണ് കോട്ട്ല സുൽത്താൻ സിംഗ്. നിങ്ങൾ വാഗാ ബോർഡർ പോവുകയാണെങ്കിൽ അവിടുന്ന് 67 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ട്ല സുൽത്താൻ സിംഗ് എത്തും. അവിടെ ഇപ്പൊ സ്തൂപം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകൾ ചോദിക്കും റഫിന്റെ പ്രതിമ ഉണ്ടാക്കാൻ പറ്റുമോ, മറ്റോ പാടുണ്ടോ, അത് മുസ്ലിങ്ങൾക്ക് ചേരുമോ. അപ്പൊ അവിടുത്തെ പഞ്ചാബികൾ പറഞ്ഞു, നിങ്ങളെ കാര്യം ഫോളോ ചെയ്തില്ല, ഞങ്ങളെ കാര്യം ഫോളോ ചെയ്യുക. ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം. റഫി സാഹിബിനെ ഞങ്ങൾ ആരാധിക്കും, മാലടും. റഫി സാഹിബിന്റെ പേരിൽ അമ്പലമുണ്ട് അലഹബാദില്. അതേപോലെ എല്ലാ അമ്പലങ്ങളിലും രാവിലെ ഹരിദ്വാറിലും മറ്റുമൊക്കെ റഫി ഭജനാണ് കേൾക്കുന്നത്. ഹരി ഹോം എന്നുള്ള റഫീന്റെ ഭജൻ ഞാൻ കേട്ടിട്ടുണ്ട്. വൈഷ്ണവി ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ വെക്കുന്നത് റഫി സാഹിബിന്റെ ഭജൻ. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ട്. റഫീന്റെ വ്യക്തിത്വവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ 1924 അദ്ദേഹം കോട്ട്ല സുൽത്താൻ സിംഗിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഇപ്പൊ ഇവിടെ സൈക്കിളിന്റെ സാധനം പറഞ്ഞു, സൈക്കിളിന്റെ കൂടെ പാടാൻ ചാൻസ് കിട്ടിയ കറണ്ട് പോയപ്പോഴാണ്. കറണ്ട് പോയപ്പം അവിടുത്തെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞു, നീ കുട്ടി പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ഫക്കീർ ഈ ദഫൊക്കെ മുട്ടിട്ട് വരുന്ന നാടോടി ഉണ്ടായി. അദ്ദേഹത്തിന് റഫി സാഹിബ് ആ ഗ്രാമത്തിൽ ഇങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോഴേ നടക്കും. അപ്പൊ ആ ഒരു ഫീക്കോ എന്നുള്ളതാണ് റഫി സാഹിബിന്റെ നിക്നെയിം കുട്ടികൾ വിളിച്ചിരുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഫാമിലി ആകട്ടെ ഒക്കെ വലിയ താടിക്കാരും മറ്റുമൊക്കെ ആയിട്ട് വലിയ മുസ്ലിം യാഥാസ്ഥികരാണ്. പിന്നെ ഉള്ളത് കുറെ സലൂൺ നടത്തുന്ന ഫാദറിന്റെ അനുജന്മാര്, ബ്രദേഴ്സ്, അവരൊക്കെ
ഹെയർ കട്ടിങ്, അവിടെയൊക്കെ പാട്ട് വെക്കായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ എസ് ബി ബാലസുബ്രഹ്മണ്യന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി തമിഴന്മാരുടെ അടുത്ത് മാത്രം പോയിട്ട് മുടി വെട്ടുമായിരുന്നു ഞാൻ. അപ്പൊ അതേപോലെ റഫി സാബ് ലാഹോറിൽ ഒക്കെ ബ്രദറിന്റെ അടുത്തൊക്കെ കുട്ടികളായിരിക്കുമ്പോ പോയിട്ട് ഈ മുടി വെട്ടുന്ന സ്ഥലത്ത് റഫി സാബ് പാട്ട് കേട്ടത്. റഫി സാബ് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്ത് ഞാൻ പാട്ടുകാരനാവണം എന്നുള്ള തന്നെ തീരുമാനം എടുത്തു. പക്ഷെ എങ്ങനെ നടക്കും? അപ്പോഴാണ് റഫി സാബിന്റെ സുഹൃത്തിന്റെ അനുജന്റെ ഒരു സുഹൃത്ത് ഹമീദ് ബായ് എന്ന് പറഞ്ഞ അദ്ദേഹം റഫി സാബിനെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു. മുംബൈയിൽ വന്നതിന് ശേഷം അദ്ദേഹം ശാസ്ത്രീയമായിട്ട് തന്നെ ക്ലാസിക്കലും ഇതൊക്കെ ഗുരു അദ്ദേഹത്തിന് വാജിദ് ഖാൻ, ബഡേ ഗുലാം അലി സാബ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് ശിക്ഷ നേടി. ആദ്യമായി പാടിയത് 1945 തന്നെയാണ് പഞ്ചാബി സിനിമയിൽ. അദ്ദേഹത്തിന് പഞ്ചാബിക്കാരനാണ്. റഫി സാബ് സാധാരണ ആൾക്കാരോടൊക്കെ വർത്താൻ പറയുമ്പോൾ പഞ്ചാബിയാണ്, മെല്ലെ സംസാരിക്കുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരു കാണാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ 1972 ഞാൻ പറഞ്ഞ എന്റെ സഹോദരി ഭർത്താവിന്റെ കൂടെ അവിടെ പോയപ്പോ അന്ന് റഫി സാബ് ഹജ്ജിന് പോയി വന്ന സമയമാണ്. പാട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹത്തിന് കാണാൻ ചാൻസ് കിട്ടിയത്. പക്ഷെ ഞങ്ങളെ ക്യാരം ബോർഡ് കളിപ്പിച്ചു അദ്ദേഹം. അന്ന് മുതൽ എനിക്കും ഈ റഫി സാബിന്റെ ഈ ജ്വരം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ പിതാവിന്റെ ഫാദറൊക്കെ തലശ്ശേരിക്കാരാണ്. കുട്ടിയം സാഹിബിന്റെ ഫാമിലിയാണ്. TP കുട്ടിയം സാഹിബിന്റെ. TPM സാഹിർ XMLന്റെ മകനാണ് ഞാൻ, കോഴിക്കോട്. അപ്പൊ ഫാദറൊക്കെ നിസ്കാരം കഴിഞ്ഞാല് ഓതിക്കഴിഞ്ഞാൽ ഉടനെ റഫി സാബിന്റെ പാട്ടാണ്. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് നമ്മളെ ഗ്രാൻഡ് ഫാദർ, എന്റെ ഫാദർ ഒക്കെ കേൾക്കുന്നത് റഫിന്റെ പാട്ടാണ്. പിന്നെ കാറിൽ ഞാൻ പോകുമ്പോഴും എന്റെ ഫാമിലി ഉണ്ടെങ്കിലും ഞാൻ റഫി സാബിന്റെ പാട്ട് കേൾക്കും. അപ്പൊ എന്റെ കുട്ടികളും ഇപ്പൊ അതിന്റെ ആരാധകരായി. അത് മാത്രമല്ല, തലമുറ കൈമാറിയിട്ടും പുതിയ ആധുനിക മീഡിയകൾ, യൂട്യൂബ്, സോഷ്യൽ മീഡിയയും മറ്റും ഇതൊക്കെ വന്നപ്പോൾ റഫി സാബിന്റെ സാധനം, നിങ്ങൾ ഏത് സാധനം എടുത്തോളൂ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുന്ന റഫി സാബിനാണ്. ഫസൽക്ക എന്നോട് ചിലപ്പോൾ ഒരു ചെറിയ പരിഭവം ഉണ്ടാവും. ഫസൽക്ക കിഷോർ കുമാറിന്റെ ഫാനാണ്. കിഷോർ കുമാർ യഥാർത്ഥത്തിൽ റഫി സാബിന്റെ ഫാനാണ്. ഞാൻ ഫസൽക്കോട് പറയപ്പോഴും. പക്ഷെ ഞാനും ചില മൂഡിൽ കിഷോറിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. റഫി സാബിന്റെ ഏറ്റവും വലിയ അടുത്ത ഖാസ് ദോസ്താണ് കിഷോർ കുമാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിരസതകൾ ഉണ്ടായ 1970-കളിൽ ഹജ്ജിനൊക്കെ പോയി വന്നതിന് ശേഷം റഫി സാബ് കുറച്ചു കാലം ദീനി ബോധം ഉണ്ടായിട്ട് ഇനി മതി, പാട്ട് നിർത്താം, കുറെ നല്ല ടോപ്പിൽ നിൽക്കുമ്പോൾ പാട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ലണ്ടനിൽ പോയി അദ്ദേഹം. ലണ്ടനിൽ പോയതിന്റെ ശേഷം അവിടുത്തെ ഒരു ഇമാമ പറഞ്ഞത്, കുറെ ആരാധകർ പ്രശ്നം ഉണ്ടാക്കി, നിങ്ങൾ എന്താ പാടാത്തത്, നിങ്ങൾക്ക് ഇതല്ലേ. അപ്പൊ ഒരു ഇമാം അവിടുന്ന് പറഞ്ഞ, ഒരു പാകിസ്ഥാനി ഇമാം, അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തന്നത് നിങ്ങളെ ശബ്ദം മാതിരിയാണ്. അതുവഴി നിങ്ങൾ പ്രബോധനമാതിരി നിങ്ങൾ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നുണ്ട്. സിനിമ എന്ന ചടിക്കുണ്ട് ബോളിവുഡിലാണെങ്കിലും ചതിക്കുഴിയിലാണ്. നിങ്ങൾ ഇതുവരെ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനു പാട്ട് നിർത്തണം? അതിന് ശേഷമാണ് അദ്ദേഹം പാടാൻ തീരുമാനിച്ചു. അതിന് ശേഷമാണ് 1977 അദ്ദേഹം ഹം കിസി സെ കം നഹി എന്ന സിനിമയിൽ ക്യാ ഹുവാ തേരാ വാദ, അതിനാണ് ആകെ ഒരു അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നെ റഫി സാബിന് ആകെ കിട്ടിയത് എന്താണ്? ഒരു പത്മശ്രീ 1967. ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ ജന്മ കൊല്ലാണത്. ആ കൊല്ലം മാത്രം. വേറെ റഫി സാബിന് പത്മഭൂഷണും ഭാരതരത്നയും ഒന്നുമില്ല. പക്ഷെ ജനഹൃദയങ്ങളിൽ റഫി സാബ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഇത്രയധികം പ്രചാരണം കിട്ടാനുള്ള കാരണം എന്താ അറിയോ? ഹീറോ ഹോണ്ട സ്റ്റാർഡസ്റ്റ് ബെസ്റ്റ് സിംഗർ ഓഫ് ദി മിലേനിയം അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2001 വലിയ കോൺടെസ്റ്റ് നടത്തി, പോളിംഗ് നടത്തി. അതിൽ റഫി സാബാണ് ജയിച്ചത്. ഈ അടുത്ത കാലത്തായി പറയുന്നത് 2001. അതേപോലെ CNN IBN പോള് നടത്തിയിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റസ്റ്റ് വോയിസ് ഇൻ ഹിന്ദി സിനിമ 2013. അപ്പൊ ഈ പുതിയ തലമുറയിലും അതിൽ റഫി സാബാണ് ഫസ്റ്റ്. അപ്പോ റഫി സാബിന്റെ സംഗീത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത്ര കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്ന ആ സംഗതികളും അതോടൊപ്പം ആരോഹണം അവരോഹണം വോയിസ് മോഡുലേഷന്റെ കാര്യം അദ്ദേഹം ഭയങ്കരമാണ്. പിന്നെ ഈ റഫി സാബിനെ അനുകരിച്ചിട്ടാണ് യേശുദാസ് നടന്മാരെ അനുസരിച്ച് പാടാൻ തുടങ്ങിയത്. റഫി സാബ് ദിലീപ് കുമാറിന് കുറെ ഒരു സ്റ്റൈലിൽ വോയിസ് കൊടുക്കുകയാണെങ്കിൽ രാജേഷ് ഖന്നക്ക്, അതേപോലെ മനോജ് കുമാർ, അങ്ങനെ പല നടന്മാർക്ക് അതിനനുസരിച്ച് കൊടുക്കും. അതാണ് യേശുദാസ് അനുകരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. യേശുദാസ് പറഞ്ഞ മാനസിക ഗുരുവാണെന്ന്. അത് പ്രേം നസീർ പാടുമ്പോൾ യേശുദാസ് അത് ലിപ്സ് സിങ്കിങ് ഒക്കെ മാച്ച് ആവുന്നത് അതുകൊണ്ടാണ്. അത് റഫി സാബിന് ഭയങ്കര ഒരു കഴിവാണ്. അത് യേശുദാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റഫിയിൽ നിന്നാണ് പറഞ്ഞത്. അതേമാതിരി ജയൻ പാട്ട് പാടുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള നിരവധി നടന്മാർക്ക് റഫി സാബ്
അത് ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഭക്തിയുള്ള ഒരാളായതുകൊണ്ട് ഇതിനൊരു ഡിവോഷൻ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു പലരും സ്റ്റുഡിയോ വിട്ട് പല രാത്രി നിശാ പാർട്ടികളിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ റഫി സാബ് പോകുന്ന വീട്ടിലേക്കാണ്. നല്ല കുടുംബജീവിതം, നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ അത് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഭക്ഷണപ്രിയനായിരുന്നു. നിങ്ങൾ അറിയോ, 55 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. എനിക്കിപ്പോ 54 വയസ്സായി. അടുത്തല്ല ഞാൻ റഫി സാബ് മരിച്ചു കഴിഞ്ഞു. ഈ ഒരു സ്പാൻ്റെ ഉള്ളില് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ മാതിരി 35 വർഷത്തെ സ്പാൻ്റെ ഉള്ളില് അദ്ദേഹം എത്ര ഭാഷയിൽ പാടി, 10-22 രാജ്യങ്ങളിൽ ടൂർ നടത്തിയ അദ്ദേഹം. ആഫ്രിക്കയില്, ശ്രീലങ്കയില് 1,00,000 ആൾക്കാർ കൂടുന്ന ഒരു മൈതാനത്താണ് അദ്ദേഹം ലാസ്റ്റ് പരിപാടി നടത്തിയത്. ആദ്യം ആഫ്രിക്കയിലാണ്, സുരിനാം, അതേമാതിരി എവിടെ ലോകത്തിൽ എവിടെ മലയാളി പോപ്പുലേഷൻ ഉണ്ട് അവിടെയൊക്കെ റഫി സാബ് പാടിയുണ്ട്. ഞാൻ വിയറ്റ്നാം പോയപ്പം റഫി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം കണ്ട്, ചെറിയൊരു സ്ഥലം, അവിടെ റഫി സാബ് വന്ന് പാടിയ സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ അതേമാതിരി താഷ്കണ്ടിലൊക്കെ റഫി സാബിന്റെ എത്ര ആരാധകർ, രാജ് കപൂറിനൊക്കെ ഉള്ള ആരാധകന്മാർ തന്നെ റഫി സാബിനുണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇതിനുണ്ട്. ഇന്ന് തന്നെ എത്ര പരിപാടികൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം മറ്റുള്ള ഗായകർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ആ മറ്റുള്ള ഗായകരും റഫി സാബും തമ്മിലുള്ള വ്യത്യാസം? അത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ ഈ ദാനധർമ്മങ്ങളും അദ്ദേഹം പണം നോക്കാതെ പാടിക്കൊടുത്തതും അദ്ദേഹത്തിന്റെ വെറൈറ്റി ഓഫ് സോങ്സ്, കവാലി, സൂഫി, അതേപോലെ എന്താ പറയാ പഞ്ചാബി, അങ്ങനെ ഇന്ത്യയിലെ 13 ഭാഷയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. മലയാളത്തിൽ പാടാൻ വേണ്ടി 3 പ്രാവശ്യം ശ്രമിച്ചു, നടന്നില്ല. ഇതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. 3 പ്രാവശ്യം ശ്രമിച്ചു, നടന്നില്ല. ബാബുരാജ് പോയി. പക്ഷെ ലാ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഈ ഹിന്ദിക്കാരൊക്കെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അല്ലാഹു അക്ബർ എന്നുള്ള സ്ഥാനം വരുന്ന സാധനമുണ്ട്. അപ്പൊ അതേപോലെ നടക്കൂല. അവസാനം ജിതിൻ ഷ്യാമിന്റെ തളിരിട്ട കിനാക്കൾ, അതായത് ജമാൽ കൊച്ചങ്ങാടി തിരക്കഥ ആ സിനിമക്ക് ആ ഒരു റഫി സാബ് പാടിയിട്ട് സിനിമയിൽ വരാത്തൊരു ഗാനം കൊടുത്ത്, ഷബാബിലേക്ക് എന്ന് പറഞ്ഞ കുതിരാട്ടമപ്പും അടൂർ പങ്കജാണ് അതിൽ അഭിനയിച്ചത്. അങ്ങനെ മലയാള സിനിമയിലും റഫി സാബിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പലരും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ദാനധർമ്മങ്ങൾ പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അദ്ദേഹം കുറെ കാശിയായിട്ട് പോകും. ഭാര്യയായിട്ട് പിണക്കുണ്ടായിരുന്നു. റഫി സാബിന്റെ ഫാമിലിയായിട്ട് നല്ല ബന്ധമുണ്ട്. ഷാഹിദ് റഫി MES ഡോക്ടർ ഗഫൂർ സാറിന്റെ വീട്ടിലെ മകന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, എന്റെ മകളെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയും ഇങ്ങനെ ഫാദർ പൈസ കയ്യിൽ വെക്കില്ല. മരിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് 3000 രൂപയാണ്. നമുക്കറിയാം അവർ റമദാൻ മാസത്തിലാണ് അദ്ദേഹം മരിച്ചത്, നോമ്പ് 17. ഭയങ്കര മഴയുള്ള സമയം. ആ ദിവസം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മക്കളൊക്കെ ഉള്ളത് ലണ്ടനിലാണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ സമയം തീരും, ഞങ്ങൾക്ക് ഇവിടെ നടക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം മരിച്ചതിന് അന്ന് തീരെ, ഞാൻ ചെറുപ്പത്തില് എന്റെ ഫാദറും അഹമ്മദ് ഭായി നമ്മളൊക്കെ പത്രങ്ങൾ നോക്കുമ്പോൾ റഫി സാബ് അന്തരിച്ചു എന്ന് പറഞ്ഞ ഒരു ചെറിയ സാധനമുള്ളൂ. കാരണം എന്താ അറിയോ, ആ ദിവസങ്ങളിലാണ് മലപ്പുറം വെടിവെപ്പ് നടന്നത്, പിന്നെ സഞ്ജയ് ഗാന്ധി മരിച്ച സാധനങ്ങൾ ഒക്കെ നടന്നത്. അത് ഭയങ്കര ഒരു വേദനയായിരുന്നു. ഇത്ര വലിയ മഹാൻ, കേരളത്തിൽ 5-8 പ്രാവശ്യം ഒരു ചാരിറ്റി ഇതിനൊക്കെ വന്നൊരു മഹാൻ മരിച്ചിട്ട് മലയാള പത്രങ്ങളിൽ ഇത്ര കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഒരു അവാർഡും ഒന്നും, ഒരു ഭാരതരത്ന ഒന്നും കൊടുത്തില്ലെങ്കിലും അദ്ദേഹം ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം റഫി സാബിന്റെ സ്വരം ആഞ്ഞു വീശും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കൊരു അവസരം തന്ന എന്റെ പ്രിയ MES സഹോദരന്മാർക്ക്, സഹോദരി ജയശ്രീക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിരക്കിട്ട ഈ ഷെഡ്യൂളിനിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി സർ. നേരത്തെ തീർത്തും ഔപചാരികതയിൽ ഒതുങ്ങിപ്പോയ കുറച്ചു വാക്കുകളുണ്ട്. അതെ, ഡോക്ടർ PA ഫസൽ ഗഫൂർ, പ്രസിഡന്റ് MES കേരള. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണെന്നും വിദ്യാഭ്യാസ വിചക്ഷണാണെന്നും ഒക്കെ നമുക്കറിയാം. എന്നാൽ അതിലുപരി അദ്ദേഹം നല്ലൊരു ഗായകനും മികച്ച സംഗീത ആസ്വാദകനും കൂടിയാണ്. ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ ക്ഷണിക്കുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ സർ, പ്ലീസ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ?
ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. പ്രിൻസിപ്പൽ അജിംസ് ക്ലിയർ ആണ്. ഓക്കെ. എൻ്റെ പ്രിയ സുഹൃത്തും റഫീ സാബ് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ആഷിർ അലി, ഈ പരിപാടി സംഘടിപ്പിച്ച ജയശ്രീ, മറ്റ് സുഹൃത്തുക്കളെ, നേരത്തെ ആഷിർ അലി പറഞ്ഞ മാതിരി ഇതൊരു അത്ഭുതമാണ്. റഫീ സാഹിബ് മരിച്ചിട്ട് 1980 മരിച്ചിപ്പോ 40 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ അനുസ്മരണം നടക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു അത്ഭുതം. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 4 സ്ഥലത്ത് അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. യഥാർത്ഥത്തിൽ റഫി മരിച്ച അതേ ദിവസം അനുസ്മരണം നടത്തിയത് മെഹറൂഫ് രാജും ഞാനും കൂടെ കൂടിയിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു ടീമും കൂടെ കൂടിയിട്ടാണ് ആദ്യമായിട്ടൊരു അനുസ്മരണം മരിച്ച ദിവസം തന്നെ. കാരണം ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടാവണമല്ലോ. ഉടനെ തന്നെ ഞങ്ങൾ വലിയൊരു അനുശോചന മീറ്റിംഗ് കൂടി. എല്ലാ കംപ്ലീറ്റ് കോളേജിലെ വിദ്യാർത്ഥികളും എല്ലാവരും പങ്കെടുത്ത് പുറത്തുനിന്നുള്ള ആൾക്കാരെ ക്ഷണിച്ചു. അങ്ങനെ ഒരു വലിയൊരു അനുസ്മരണം നടത്തി അദ്ദേഹത്തിന്റെ. അന്നത്തെ കാലത്ത് അനുസ്മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓർക്കസ്ട്ര മാത്രം, വേറെ ഒന്നുമില്ല, വേറെ ഒരു ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ല ബാക്കിയുള്ള ജനങ്ങളെ അറിയിക്കാൻ. ഓഫ്കോഴ്സ് പത്രത്തിലൊക്കെ അത് റിപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങളും ആഷിർ അലി ഞാനും ഒക്കെ സ്ഥിരമായിട്ട് റഫിയുടെ പരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഈ റഫി, ആഷിർ അലി പറഞ്ഞത് ശരിയാണ്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നമ്മുടെ ഗഫൂർ സാഹിബ് റഫിയെ കൂട്ടിക്കൊണ്ടുവന്നു MESന്റെ പരിപാടിക്ക്. അങ്ങനെയാണ് റഫി എന്ന തരംഗം അവിടെ വരുന്നത്. അതിനു മുമ്പ് തന്നെ റഫി അവിടെ കേരളത്തിൽ സംബന്ധിച്ച് കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗായകനാണ്. അന്ന് തലത്ത് മുഹമ്മദ്, മഹേന്ദ്ര കപൂർ, മുകേഷ്, റഫി, ഈ 4 ഗായകരാണ് പ്രമുഖരായിട്ട് ഉണ്ടായിരുന്നത്. ഇതില് മഹേന്ദ്ര കപൂറിനും മുകേഷിനും ഒക്കെ തലത്തിനൊക്കെ ഒരു ബലഹീനത ഉണ്ടായിരുന്നു. അവർക്ക് ഒരു തരത്തിലാ പാടാൻ അറിയും. മഹേന്ദ്ര കപൂറിന് അത്യാവശ്യമൊക്കെ അറിയാം. മുകേഷിന് ശോകഗാനങ്ങൾ മാത്രമേ അറിയുള്ളൂ, തലത്തിന് ഗസൽ മാത്രമേ അറിയൂ. ഈ മുഹമ്മദ് റഫി എന്ന പ്രതിഭാസത്തിന് മാത്രമേ എല്ലാം അറിയൂ. അത് ഏത് തരത്തിലുള്ള പാട്ടുകളാണെങ്കിലും അദ്ദേഹം പാടും. അതിന്റെ തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം ഫേമസ് ആയത് ഓ ദുനിയാ കെ റഖ്വാലെ എന്ന പാട്ടോട് കൂടിയിട്ടാണ്. നൗഷാദ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭക്തിഗാനം ഏതാന്ന് ചോദിച്ചാൽ ഓ ദുനിയാ കെ റഖ്വാലെയാണ്. ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് എഴുതിയത് ഒരു മുസ്ലിമാണ്, ഷക്കീൽ ബദായുനി. അതിന് സംഗീതം നൽകിയത് വേറൊരു മുസ്ലിമാണ്, നൗഷാദ് അലി. മൂന്നാമത് അത് പാടിയത് വേറൊരു മുസ്ലിമാണ്. അപ്പൊ നേരത്തെ ആഷിർ അലി പറഞ്ഞ മാതിരി ഇന്നത്തെ കാലത്താണെങ്കിൽ ഇനി അതിനൊക്കെ തലവേദന ഉണ്ടാക്കാൻ പോകണം പറയാൻ പറ്റൂല. ഭക്തിഗാനം പാടുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അച്ഛൻ റാഫി ഒരുപാട് ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് ഇതാണ്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതമായിരുന്നു പോപ്പുലർ. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു. അതൊരു ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമാണ് മധുബനമേ രാധിക നാച്ചേര്. അത് ക്ലാസിക്കൽ മ്യൂസിക്കാണ്. കാരണം അതിലറിയാലോ നിങ്ങൾക്ക്, അതിന്റെ ഘടന പരിശോധിച്ചാലും അറിയാം. അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അങ്ങനെ ഒരുപാട് രാഗങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം പാടാറുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ 2 വലിയ യുദ്ധങ്ങൾ നേരിട്ടു. 2 3 അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും അധികം പേട്രിയോട്ടിക് ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് അദ്ദേഹം ഭഗത് സിംഗ് പാടുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. മനോജ് കുമാറിന്റെ പടത്തിൽ ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ നേരത്തെ അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഏ വതൻ ഹംകോ തേരി കസം എന്ന പാട്ട്. ഏ വതൻ ഹംകോ തേരി കസം, അങ്ങനെ പോകുന്ന പാട്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലെവലാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത്. എന്തൊക്കെ അദ്ദേഹം പാടും എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ഷാദി സോങ്,
കല്യാണത്തിനൊക്കെ നമ്മൾ പാടുന്ന പാട്ടുകളുണ്ട്. അത് ഒരു പ്രത്യേകമാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രത്യേകതയാണ്. അതായത് പുതിയാപ്പിളനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എല്ലാവരും ബാറാത്തൊക്കെ ആയിട്ട് പോയിട്ട് ആശ്രലയുടെ നേരത്തെ സഹൃദയുടെ കയ്യിൽ ചേർന്ന് അവർ കുതിരപ്പുറത്ത് ഇങ്ങനെ പുതിയാപ്പിള ഇങ്ങനെ പോകണ്ടാവും. അവർ പുതിയാപ്പിളയുടെ കൂടെ ഇങ്ങനെ വരും, ആ പാട്ടൊക്കെ പാടിയിട്ട്. അത് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ആജ് മേരെ യാർ കെ ഷാദി ഹൈ, ആജ് മേരെ യാർ കെ ഷാദി ഹൈ, ലഗ്താ ഹൈ ജൈസെ സംസാർ കെ ഷാദി ഹൈ, ആജ് മേരെ യാർ. അത് ഭയങ്കര ഫേമസ് എന്ന് വെച്ചാൽ ഏത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഏതൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഇതായിരിക്കും അവിടെ വരുന്ന പാട്ട്. ഈ പാട്ടാണ് എല്ലാ സ്ഥലത്തും ഇന്നും. അതായത് അതിലൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ ഒരുപാട് പാട്ടുകളൊക്കെ വന്നെങ്കിലും ഈ ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മാറ്റം വന്നില്ല. ആജ് മേരെ യാർ കെ ഷാദി ഹൈ. പിന്നെ ഉള്ള വലിയ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗസൽ. ഈ ഗസലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗസലിൻ്റെതായിട്ടുള്ള ഒരു ഘടനയുണ്ട്. ആക്ച്വലി ഗസൽ ഒരു ലവ് സോങ് ആണ്. അപ്പോൾ ആ ഒരു ഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് റഫി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഗസലുകൾ. അതില് ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗസൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ഗസല് ഇതാണ്. ഏതാണ്? നമ്മുടെ ഹം ബേഹുദി മേ തും കോ പുകാരേ ചൽ ഗയേ. അതാണ് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗസൽ വരുന്നത്. പിന്നെ വരുന്നത് കവാലിയാണ്. മുഹമ്മദ് റഫിയാണ് കവാലിയുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത്. ബാക്കി ഒരു വ്യക്തിക്കും അങ്ങനെ കവാലി, മനസ്സിലല്ലേ, ഇത്ര ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കവാലികൾ പാടാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും പാടാൻ പറ്റുന്നില്ല, മനസ്സിലല്ലേ. യഥാർത്ഥത്തിൽ കവാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇപ്പോ സിനിമയിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് കാലത്തിനനുസരിച്ചിട്ട് ചില മോഡിഫിക്കേഷനുകൾ വരുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പോക്കാണ് മുഹമ്മദ് റഫിയുടെ. അദ്ദേഹം ലൈറ്റ് മ്യൂസിക്കിലോട്ട് പോകും. അപ്പൊ അപ്പൊ അങ്ങനെ വരുന്നു ദ ബർത്ത്ഡേ സോങ്. ബർത്ത്ഡേ സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറിയാലോ, ഹിന്ദിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ ജന്മദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ജോൺ ജാഫർ ജനാർദ്ദനില് ഒരു പാട്ടുണ്ട് അങ്ങനെയൊക്കെ. ബർത്ത്ഡേ സോങ്സ് ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഭയങ്കര പോപ്പുലർ ആണ് ഈ ബർത്ത്ഡേ സോങ്. അതിൽ ഏറ്റവും പോപ്പുലർ ബർത്ത്ഡേ സോങ് ഏതെന്ന് വെച്ചാൽ അത് ഞാൻ രണ്ടുപേരി നിങ്ങൾ ട്യൂൺ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല പാട്ടാണ്. ആ പാട്ടാണ് ബാർ ബാർ ദിനിയേ ആയേ ബാർ ബാർ ദിലിയേ ഗായേ ബാർ ബാർ ദിനിയേ ആയേ ബാർ ബാർ ദിലിയേ ഗായേ തൂ ജിയേ ഹസാരോ സാൽ ഹൈ മേരി ഹൈ ആർസൂ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു സിനീത ഹാപ്പി ബർത്ത്ഡേ ടു യു. പെട്ടെന്ന് ഞാൻ പാടിപ്പോണം. എന്റെ ട്യൂണൊന്നും നോക്കാതെ ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ സമയം കളയാതിരിക്കാൻ വേണ്ടി. അതേമാതിരി അങ്ങനെ ലോകത്തിന് ചേഞ്ച് വരും. ക്ലാസിക്കൽ മ്യൂസിക് പുറത്തു പോവുകയും വെസ്റ്റേൺ പാട്ടുകൾ പോപ്പുലർ ആവുകയും ചെയ്തു. അത് പോപ്പുലർ ആവുന്നതിന് കാര്യം ഒന്ന് ബീറ്റിൽസ്, ഒന്ന് എൽവിസ് പ്രസ്ലി ഒക്കെയാണ്. അപ്പുണ്ട് മുഹമ്മദ് റഫി എൽവിസ് പ്രസ്ലി സ്റ്റൈലിൽ പാട്ട് പാടുന്നു. ജനം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പെട്ടെന്ന് ചാടിക്കേറിയിട്ട് വെസ്റ്റേൺ പാട്ടുകൾ അനായാസൻ അദ്ദേഹം പാടാൻ തുടങ്ങി. അപ്പോ ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി. ഇത് ഇങ്ങനെ പെട്ടെന്ന് അത് മുകേഷിനോ തലത്തിനോ മഹേന്ദ്ര കപൂറിനോ പറ്റുന്നില്ല. കാരണം ഉച്ചാരണമൊന്നും ശരിയാവില്ല ആ ശൈലിയിൽ. ഇപ്പം അത്ര ഫാസ്റ്റ് സ്പീഡിലുള്ള പാട്ടുകളാണ്. ആ പാട്ടിലെ ഒരു ഫേമസ് പാട്ടാണത്. അജി ऐसा मौका फिर कहाँ मिलेगा हमारे जैसा दिल कहाँ मिलेगा आओ तुमको दिखलाता हूँ पेरिस की एक रंगीन शाम देखो 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 an evening in Paris an evening in Paris എന്നൊരു പാട്ടോടി ജനം ഇതായിപ്പോയി. അതോടുകൂടി കംപ്ലീറ്റ്ലി ഹിന്ദി ഫിലിം സംഗീതം എന്ന് പറയുന്ന ആ സംഗീത ലോകത്ത് ശങ്കർ ജയകൃഷ്ണനും ലക്ഷ്മികാന്ത് പ്യാർലാലും കൂടെ ചേർന്നിട്ട് ഭയങ്കരമായ ഒരു തരംഗം കൊണ്ടിരുന്നു ഈ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ. അതുകൊണ്ടാണ് ഹിന്ദി സിനിമക്ക് ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അത് ആ തരംഗത്തിൽ ഒരുപാട് നടന്മാർ വരുന്നു. ഷമി കപൂർ, വിശ്വജിത്ത്, മറ്റേ നമ്മുടെ എന്താ പറയാ ശശി കപൂർ, ഇങ്ങനെയുള്ള ജിതേന്ദ്ര, അങ്ങനെയുള്ള ഒരുപാട് നടന്മാരൊക്കെ വരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം
KL സൈഗലിന്റെ മാതിരി അന്ന് പാട്ട് പാടിയത് റഫി മാത്രമേ ഉള്ളൂ അങ്ങനെ പാടാത്തത്. ഞാൻ അതിന്റെ ടോൺ പറഞ്ഞുതരാം. ബാബുൽ മോറ ഇങ്ങനെ പാടും അല്ലേ? അത് അങ്ങനെയാണ് അന്നത്തെ സംഗീതം. ഇപ്പൊ കിഷോർ തന്നെ ആദ്യം പാട്ട് പാടാൻ വന്നപ്പോ അദ്ദേഹം KL സൈഗൽ ശൈലിയിലാ പാടിയത്. എങ്ങനെയാണ്? മറനെ കി ദുആ ലേതാ ഹൂ അങ്ങനെ പാടുമായിരുന്നു. അങ്ങനെയാണ് പാട്ടുകൾ, ക്ലാസിക്കൽ മ്യൂസിക്. അവിടെ നിന്ന് റഫിയുടേതായിട്ടുള്ള ഒരു ശൈലി ഡെവലപ്പ് ചെയ്യുകയും ക്ലാസിക്കൽ മ്യൂസിക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആ കാലത്ത് 60കളിൽ. 70കളും 80കളും 70കളും വന്നതോടുകൂടിയിട്ട് അദ്ദേഹം കംപ്ലീറ്റ്ലി വെസ്റ്റേൺ പാട്ടുകൾ കൊണ്ടുവന്നു ഹിന്ദി. അപ്പൊ അങ്ങനെ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു രക്ഷകനായി മാറി അദ്ദേഹം. കാരണം ആ പാട്ടുകൾ ഇല്ലെങ്കിൽ ആ നടന്മാരുണ്ടാവില്ല, ആ തീമുകൾ ഉണ്ടാവില്ല. കാരണം ആ തീമുകൾ തന്നെ അന്നത്തെ ഹിറ്റ് പടങ്ങളുടെ പേര് തന്നെ അങ്ങനെ: ലവ് ഇൻ ടോക്കിയോ, നൈറ്റ് ഇൻ ലണ്ടൻ ആൻഡ് ഈവനിങ് ഇൻ പാരീസ്, സ്പൈ ഇൻ റോം. ഇതൊക്കെ പടങ്ങളുടെ പേര്. അപ്പൊ തന്നെ ചിന്തിച്ചു നോക്കുക എത്ര മോഡേൺ ആയിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ശങ്കർ ജയകിഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നേരത്തെ കവാലികളെ പറ്റി പറയാൻ വിട്ടുപോയി. കവാലിയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവാലിയാണ് शिरडी वाले साई बाबा आया है तेरे दर पे कवाली, दर पे कवाली आया घर पे कवाली, 2 दिन की दुनिया दुनिया है उलझन तू सबका മാലി എന്നുള്ള പാട്ട്. അപ്പൊ കവാലി പാട്ട് അദ്ദേഹത്തിന് കവാലി ഒരുപാട് കവാലി ഉണ്ട്. ഞാൻ 1-2 ഒരു എക്സാമ്പിൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് മാത്രം പാടുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് റഫിയുടെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹം അവിടെ കോഴിക്കോട് വന്നു. ഞാനൊരു ചെറിയ കുട്ടിയപ്പോ പങ്കെടുത്തു, അവിടെ പോയി പങ്കെടുത്തു. അങ്ങനെ റഫിക്ക് ഒരു പൂ കൊടുക്കണം, ഒരു കുട്ടീനെ വിളിച്ചു പൂ കൊടുക്കാനായിട്ട്. അപ്പൊ എന്നെ വിളിച്ചു, ഗഫൂർ സാഹിബിന്റെ മാനുള്ള സ്റ്റേജിൽ കൊണ്ടുപോയി പൂ കൊടുക്കാൻ. അപ്പൊ അവിടെ നിന്നിരുന്ന അലി സാഹിബ് എന്ന് പറഞ്ഞിട്ട് MES നേതാവിന് അയാളുടെ മകളവിടെ കിടന്ന് കരയാന്ന് പറഞ്ഞു. ഞാൻ പൂ കൊടുക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഉപ്പ എൻ്റെ അടുത്ത് ഇതെടുത്തിട്ട് അലി സാഹിബിന്റെ മകൾക്ക് കൊടുക്കുകയും അവർ കൊണ്ടുപോയിട്ട് പൂ കൊടുക്കുകയും ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവിടെ എനിക്ക് ഓർമ്മയുള്ള വളരെ കുട്ടിക്കാലത്താണ്, ഇതൊരു 10-15 വർഷം. ഒരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് റഫി പാടിയത്. അന്ന് റഫിയും മിനി പുരുഷോത്തമും കൂടെയാണ് ആ പാട്ട്, ഡ്യുവറ്റ് ആയിരുന്നു. ആ പാട്ടാണ് സൗ സാൽ പെഹലെ മുझे तुमसे प्यार था, मुझे तुमसे प्यार था ആജ് ബി. ഇതാണ് റഫി അവിടെ വെച്ചിട്ട് വലിയ കയ്യടിയോടുകൂടി സ്വീകരിച്ചത് നമ്മുടെ അനന്തര മൈതാനത്ത് വെച്ചിട്ട്. പിന്നീട് ഇവിടെ പാടിയ പാട്ട്, നമ്മുടെ കൊച്ചിയിൽ പാടിയ പാട്ട്, ഞാൻ മൗസം ബടാ ബേമാൻ ഹൈ ബടാ ബേമാൻ ഹൈ ആജ് മൗസം ആനെ വാലാ കോയി തൂഫാൻ ഹൈ ആജ് മൗസം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. റഫിയെ പറ്റിയിട്ടുള്ള ചെറിയൊരു അദ്ദേഹത്തിന്റെ സംഗീതത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് കൂടുതൽ കേന്ദ്രീകരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി ആയിട്ടുള്ള സാഹിർ ലുധിയാനയെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2 വരികൾ, 4 വരി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അത് കവിതയായിട്ട് ഒന്നാണ്. പക്ഷെ കവിതയായിട്ടുള്ള ഈ പാട്ട് യഥാർത്ഥത്തിൽ പിന്നീട് ഹിന്ദി സിനിമയിൽ വരികയും ഹിന്ദി സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഥനം നിറഞ്ഞ പാട്ട്, ദുഃഖം നിറഞ്ഞ പാട്ട് മുഹമ്മദ് റഫി പാടുകയും ചെയ്തു. ആ പാട്ടിന്റെ 2 വരികൾ കൂടെ ഞാൻ 4 വരി കൂടി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല, കേൾക്കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. അല്ലേ? ക്ലിയർ ഉണ്ട്. ഓ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ് സാഹിർ അഹമ്മദിന്റെ ഇത്.
ये महलों ये तख्तों ये ताजों की दुनिया, ये इंसान के दुश्मन समाजों की दुनिया। ये महलों ये तख्तों ये ताजों की दुनिया, ये इंसान के दुश्मन समाजों की दुनिया। ये दौलत के भूखे रवाजों की दुनिया, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है। हर एक जिस्म घायल, हर एक रूह प्यासी, निगाहों में उलझन, दिलों में उदासी। ये दुनिया है या आलमे बदहवासी, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है। यहाँ एक खिलौना है इंसान की हस्ती, ये बस्ती है मुर्दा परस्तों की बस्ती। यहाँ पर तो जीवन से है मौत सस्ती, ये दुनिया अगर मिल भी जाए तो क्या है, ये दुनिया अगर मिल भी जाए तो क्या है। जवानी भटकती है बदकार बनकर, जवान जिस्म सजते हैं बाजार बनकर। यहाँ प्यार होता है व्यवहार बनकर, ये दुनिया अगर मिल भी जाए तो क्या है। അപ്പൊ അനശ്വര കലാകാരനായ മുഹമ്മദ് റഫിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഹലോ ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ട് പറയും. ഹലോ, കേൾക്കുന്നുണ്ട് സാർ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. 10 പേരല്ല കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇതിന്റെ മോണിറ്റർ ചെയ്യണം. ഇങ്ങനത്തെ സംഭവം വരുമ്പോ ഒരാൾ മോണിറ്റർ ചെയ്യണത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഏകദേശം 6000 പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. MES-ഉമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആഷിർ അലി പറഞ്ഞ മാതിരി തന്നെ എൻ്റെ മകന്റെ കല്യാണത്തിന് അദ്ദേഹം വന്ന് പാടി. അദ്ദേഹം അവിടെ പാടിയ പാട്ട് ബഡി ദൂർ സേ ആയേ ഹൈ പ്യാർ കാ തോഫ ലായേ ഹൈ ആണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ റഫി കുടുംബത്തിന്റെ ഒരു സംഗമം ഉണ്ടായിരുന്നു ബോംബെയിൽ വെച്ചിട്ട്. അതിലെന്നെ ഒരു സ്പെഷ്യലായിട്ട് ക്ഷണിതാവായിട്ട് വിളിച്ചിരുന്നു. അവിടെ പോയും ജിതേന്ദ്ര, ഷമി കപൂർ, അനജി തുടങ്ങിയിട്ടുള്ള മഹേന്ദ്ര കപൂർ, പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട്
വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്ന ആ പരിപാടിയിൽ എനിക്ക് അവരുടെ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ MES-ഉമായിട്ട് ഒരു തുടർബന്ധം റഫി കുടുംബത്തിന് നിലനിർത്താനും പറ്റി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച നിങ്ങളോടെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ, അതുകൊണ്ട് അതിനിടയിൽ കൂടെ. താങ്ക് യു. ഒരു സംശയം. ഹലോ, ഇവിടുന്ന് സംസാരം വരുന്ന വലിയുണ്ട് അവിടെ, ആരും മറുപടി പറയാനില്ലേ? ഹലോ ജയശ്രീ. കേൾക്കുന്നു സാർ, അത് ക്ലിയർ ആണ്. ചില സമയത്ത് കട്ടായി പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, വലിയുന്നില്ലല്ലോ. വലിച്ചില്ലെന്ന് മനസ്സിലായോ? ജയശ്രീ മറുപടി പറഞ്ഞ എല്ലാവരും കൂടെ മറുപടി പറഞ്ഞ. ജയശ്രീ, ഇത് അങ്ങോട്ട് വരുമ്പോ വലിയുന്നുണ്ടോന്ന്, സംസാരം വലിഞ്ഞ് ഡ്രാഗ് ചെയ്ത് പോകണ്ടോന്ന്? ഇല്ല, അങ്ങനെ എനിക്ക് ആവുന്നില്ല. ഓരോ സ്ഥലത്തും നെറ്റ് കണക്ഷന്റെ വ്യത്യാസമായിരിക്കും. ആയിക്കോട്ടെ. ഇവിടെ വലിയണ മാതിരി എനിക്ക് തോന്നി, അതുകൊണ്ടോ. ഇവിടെ മാത്രമല്ല, വേറെ ഫോൺ കോളുകൾ. എനിക്ക് ക്ലിയർ ആണ്. ഇല്ല സാർ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഫസൽ സാറിന്റെ ഒരു ഗാനം കൂടി നമുക്ക് കേട്ടാലോ? അത് വേണ്ട. ഹലോ, അത് നിർത്തി വെച്ച. ഹലോ, കേക്ക് ജയശ്രീ, അത് വേണ്ട. ഞാൻ ഓൾറെഡി പാടിയല്ലോ മറ്റേ പ്യാസ. മറ്റേ വേണ്ട. പ്ലേ ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് വേണ്ട, അത് ഒഴിവാക്കിക്കോ. ഇത് മതി. ഓക്കെ, അത് വേണ്ട, ഇത് ഒഴിവാക്കി. ഇത് മതി. ഓക്കെ. ഓക്കെ സർ, എങ്കിൽ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം. പ്രശസ്ത ഗായകൻ ശ്രീ ആസിഫ് കാലിക്കറ്റ് നമ്മുടെ പരിപാടിയിൽ പങ്കാളിയാകുന്നു. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമ്മളിവിടെ പ്ലേ ചെയ്യുന്നു. ഇന്ത്യൻ സംഗീതത്തിന് ലോകത്തിനു മുന്നിൽ ഒരു പര്യായമായി മാറിയ അനശ്വര ഗായകനെ ഈ പാട്ടിന്റെ നൈർമല്യത്തോടെ നമുക്ക് ഓർക്കാം. അസ്സലാമലൈക്കും. നമ്മുടെ 31-ാം തീയതി MES യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाई, तो लुट गई मेरे यार की नगरी, अब तो नीर बहाले, अब तो नीर बहाले, अब तो नीर बहाले। ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले, आग बनी सावन की बरसा,
फूल बने अब तो निर्वाणी ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले आग बने सावन की बरना फूल बने अंगारे नागन बन गई रात सुहानी पत्थर बन गए सब टूट चुके ये सहारे ओ जीवन अपना वापस ले ले जीवन देने वाले हो दुनिया के रखवाले चांद को टूटे पागल सूरज शाम को ढूंढ सवेरा मैं भी ढूंढूं उस प्रीतम को हो न सका जो मेरा भगवान भला हो तेरा ओ किस्मत फूटी आस न टूटी पाँव में बढ़ गए छाले हो दुनिया के रखवाले महल हुदा और कलियां सुनी चुप चुप है दीवारे दिल का उजड़ा दुनिया उजड़ी रूठ गए हैं बहारे हम जीवन कैसे गुजारे ओ मंदिर गिरता फिर बन जाता दिल को कौन संभाले हो दुनिया के रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले ओ दुनिया के रखवाले रखवाले Thank you. Thank you. ഏറെ സന്തോഷം അസിഫ് സർ. അടുത്തതായി കയാൽ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദിൽ കി ആവാസ് ഇന്റർ കോളേജിയേറ്റ് മ്യൂസിക് കോമ്പറ്റീഷന്റെ ഫലപ്രഖ്യാപനമാണ്. പ്രൈസസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക ഡോക്ടർ സെമീറ ഹനീഫ്. മാം പ്ലീസ്. നമ്മൾ ഖയാൽ മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദിൽ കി ആവാസ് എന്ന പേരിൽ ഒരു ഇന്റർ കൊളീജിയേറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ റഫി സോങ്സ് നടത്തിയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ വിജയികളെ ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് ഭാഗത്തുള്ള കോളേജുകളുടെ പാർട്ടിസിപ്പേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ആ പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികളുടെ പാട്ടുകൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്ലേ ചെയ്യാം. തേർഡ് പ്രൈസ് goes to Tina NU Farooq College Calicut. Third prize Tina NU Farooq College Calicut.
തേർഡ് പ്രൈസ് കിട്ടിയ കുട്ടിയുടെ പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो, ज़ुल्फ़े है जैसे खानों पे बादल झुके हुए, ज़ुल्फ़े है जैसे खानों पे बादल झुके हुए, आंखें है जैसे महके प्याले भरे हुए, मस्ती है जिसमें प्यार के तुम वो शराब हो। चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो, चेहरा है जैसे झील में हंसता हुआ कमर, चेहरा है जैसे झील में हंसता हुआ कमर, या जिंदगी के सांस पे चढ़ी हुई हज़र, जाने बहार तुम किसी शायर का ख्वाब हो। चांदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो। चांदवी का चांद हो, होठों पे खेलती है तबस्सुम के बिजलियाँ, होठों पे खेलती है तबस्सुम के बिजलियाँ, सजदे तुम्हारी राहों में करते हैं कहकशां, दुनियाए हुस्न इश्क का तुम ही शबाब हो। चांदवी का चांद हो या आफताब हो, जो
काबिल हो तुम खुदा की कसम, लाजवाब हो चांदनी का चांद हो। ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ടീന. ഇനി ടീന ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ടീന ഓക്കെ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ടീന. ഇനി സെക്കൻഡും ഫസ്റ്റും പ്രൈസുകളാണ് അനൗൺസ് ചെയ്യാനുള്ളത്. നമുക്ക് ചിലപ്പോൾ പാട്ട് മുഴുവനായിട്ട് ഇതിൽ പ്ലേ ചെയ്യാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം പല കുട്ടികളും ടെലിഗ്രാമിലാണ് അത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത്. സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്യാണ്. സെക്കൻഡ് പ്രൈസ് ഈസ് ഓൾസോ ഫ്രം ഫറൂഖ് കോളേജ് കാലിക്കറ്റ്, ആതിര രമേശ്. ആതിര രമേശ്, ഫറൂഖ് കോളേജ് കാലിക്കറ്റ്, സെക്കൻഡ് പ്രൈസ്. दिन है ये बहार के, फूल चुन ले प्यार के, ओ साथी हो, ओ साथी हो। दिन है ये बहार के, फूल चुन ले प्यार के, ओ साथी हो, ओ साथी हो। तेरे हंसते होठों से बिछ दे तेरे गीत क्यों, बरसे सावन प्यार का, तरसे तेरी प्रीत क्यों, बीत ना जाए कहीं प्यार का सावन यूं ही, ओ साथी हो, ओ साथी हो। शायद कहता है तुझे सहमा दिल तेरा, तेरी गुजरी जिंदगी तामे ना चल तेरा, प्यार जो करते हैं वो यूं नहीं डरते हैं वो, ओ साथी हो, ओ साथी हो। दुल्हन बनकर जिंदगी चलती तेरी साथ है, बढ़कर बाहे तामले, रुकने की क्या बात है, आज क्यों है दूर। ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ആതിര. ആതിര ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് ലഭിച്ചത്. ഇന്നലെയും ഇന്നും പോലും എനിക്ക് എൻട്രീസ് ലഭിച്ചിരുന്നു. പിന്നെ ഒരു മത്സരം ആവുമ്പോൾ അത് പരിഗണിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നല്ല കുറെ എൻട്രീസ് ഒക്കെ ഇന്നലെയും ഇന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈറ്റ് ആയ ഒരു കോമ്പറ്റീഷന്റെ ഫസ്റ്റ് പ്രൈസ് ഞാൻ അനൗൺസ് ചെയ്യാണ്. ആൻഡ് ദി ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു Sneha Suresh from MES Ponani College, from our own college. Sneha Suresh. Congratulations, Sneha. Thank you. Snehada പാട്ട്. कू
സ്നേഹയുടെയും ആതിരയുടെയും പാട്ടുകൾ പൂർണ്ണമായിട്ടും പ്ലേ ചെയ്യാൻ പറ്റാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അത് MB കൂടുതലായ കാരണം കൊണ്ടാണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി വിന്നേഴ്സ്. എല്ലാ പാർട്ടിസിപ്പൻസും വളരെ നന്നായി തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ച പാട്ടുകളായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് ഈ പാട്ടിനെ കുറിച്ച് പ്രത്യേകം പറയാനുണ്ട്. ഈ പാട്ട് അതിനെ കുറിച്ചിട്ട് അതിനെ ശരിക്കും പഠിക്കുകയാണെങ്കിലേ അത് 4 വ്യത്യസ്ത രാഗങ്ങളിലാണ് അതിൻ്റെ ഘടന. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്. താങ്ക് യു മാം ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി വിന്നേഴ്സ്. പരിപാടിക്ക് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥി പ്രതിനിധി റമീസിനെ ക്ഷണിക്കുന്നു. റമീസ് ഇല്ലേ ഇവിടെ? റമീസ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വ്യക്തിത്വങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫസൽ സാർ ആൻഡ് ഹാഷിർ അലി സാർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, അതുപോലെ തന്നെ ഇത്രയും ഒരു ദുർഘടം പിടിച്ച അവസ്ഥയിലും ഇത്രയും വലിയൊരു രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട സമീറ മാമിനും ജയശ്രീ മാമിനും, അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ക്ലബ്ബ് MES പൊന്നാനി മ്യൂസിക് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ പരിപാടി ഗംഭീരമായി ഇവിടെ നടത്താൻ സാധിച്ച അത് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പേരിലും മ്യൂസിക് ക്ലബിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു റമീസ്. ഇനിയും നമുക്ക് പാടുവാൻ എന്നും മനോഹര ഗാനങ്ങൾ ഉണ്ടാവട്ടെ. കാണുവാൻ ഒരുപാട് സുന്ദര സ്വപ്നങ്ങളും സ്നേഹവാത്സല്യങ്ങളാൽ നമ്മെ പുണരട്ടെ. സഹകരിച്ച ഏവർക്കും നന്ദി. വൈകിട്ട് സുഹാനി രാത് എന്ന മ്യൂസിക് ഫെസ്റ്റിലൂടെ വീണ്ടും കാണാം. വിത്ത് ലവ്, ഖയാൽ മ്യൂസിക് ക്ലബ്.